പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമാകാൻ കഴിയില്ല. വിശ്വാസം പൂർണ്ണമായില്ലെങ്കിലോ നിങ്ങൾക്ക് സ്വർഗപ്രവേശം സാധ്യമല്ല. അവലാദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അത് പ്രയോഗവൽക്കരിച്ചാൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകും. അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾ സലാം പറയണം. പരസ്പരം കാണുമ്പോഴൊക്കെ സലാം പറയണം. ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ സലാം പറയണം. മണിയറയിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് കൈ കൊടുക്കണം. കഷ്ടപ്പെട്ട് ജീവിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് തളർന്ന് ആള് വരുമ്പോഴേക്ക് ഏതോരുത്തനോടൊപ്പം പോകരുത്. മോള് സ്കൂളിട്ട് വരുമ്പോഴേക്ക് ഏതോരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയ ഉമ്മയുടെ ശൂന്യത ആ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്നേഹത്തെ കൊല്ലാനുള്ള ശ്രമങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കരുത്. ജാതിക്കപ്പുറത്തേക്ക് സ്നേഹം പോകരുത്. മതത്തിനപ്പുറത്തേക്ക് ആരെയും ഇഷ്ടപ്പെടരുത്. അങ്ങനെയുള്ള ചില തിട്ടൂരങ്ങളുണ്ട്. നിരന്തരമായി പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുറേ നേതാക്കൾ പോലുമുണ്ട്. 12 മക്കളെ പെറ്റ അമ്മയുടെ 7ാമത്തെ പുത്രനായിട്ടും തൻ്റെ മാതാപിതാക്കൾക്ക് 12 മക്കളുണ്ടായിട്ടും മുസ്ലിങ്ങൾ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുകയാണെന്ന് ആരോപണം പറയുന്നവരുണ്ട്. 12 മക്കളെ പെറ്റൊരു ഉമ്മൻ്റെ 7ാമത്തെ ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള്. മൂപ്പരാണ് പറയണത് മുസ്ലിങ്ങൾ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുകയാണെന്ന്. മധുസൂദനൻ നായരുടെ കവിത വളരെ പ്രസക്തമായി പാടാൻ പറ്റിയ അദ്ദേഹത്തിനാണ്. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. ഇത് ആത്മാർത്ഥമായി പറയാൻ പറ്റിയ അദ്ദേഹത്തിനാണ്. എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ വിദ്വേഷം നിർമ്മിക്കൽ. ഇത് സ്നേഹമല്ല, ഇത് സൗഹൃദമല്ല. കേരളം ഇതുവരെയും ശീലിക്കാത്തൊരു രീതിയാണത്. പരിശുദ്ധ ഇസ്ലാം സ്നേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ദമ്പതികൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കുക, വിട്ടുവീഴ്ച നടത്തുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ക്ഷമിക്കാനുള്ള ശേഷി ഉണ്ടാകുക, ഭർത്താവിൻ്റെ പാകതയ്ക്കനുസരിച്ച് അദ്ദേഹത്തോട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക.